എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഈ തെരഞ്ഞെടുപ്പിലെ വർഗീയവൽക്കരിക്കാനാണ്, ആ ജയത്തെ വർഗീയവൽക്കരിക്കാനാണ് ജില്ലാ സെക്രട്ടറി ഇപ്പൊ ശ്രമിക്കുന്നത്. ലാത്തിയുടെ ചൂടറിഞ്ഞാൽ അവൻ പഠിക്കൂ. മരിച്ചെന്ന് കരുതിയിടത്തു നിന്നും ഉയർത്തെഴുന്നേറ്റവനാണ് ഞാൻ. ഒരു മരക്കോല് കാണിച്ചെന്നെ ഭയപ്പെടുത്താൻ നോക്കും. എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ വോട്ട് കുറഞ്ഞു? കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം വോട്ടിൽ വർധനവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് തങ്ങൾക്ക് വോട്ട് കുറഞ്ഞത് എന്ന സത്യസന്ധമായ ഒരു പരിശോധന നടത്താൻ ആ പാർട്ടി ഇപ്പോൾ തയ്യാറില്ല. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഉണരൂ 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 നിങ്ങൾ. ഉദാഹരണം, തളിപ്പറമ്പ് എന്ന് പറയുന്നത് പാർട്ടിയുടെ ഇക്കാലം അത്രയും പാർട്ടി മാത്രം ജയിച്ച ഒരു മണ്ഡലമാണ്. ഇതിപ്പോ ഇത്ര മാത്രം അന്വേഷിക്കാൻ എന്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ അടിവേരുള്ള ഒരു മണ്ഡലം. എന്തുകൊണ്ട് ഈ പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലകളിലെ വോട്ടുകൾ ചോർന്നുപോയി? എന്തുകൊണ്ട് LDFന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് ഇത്തവണ കിട്ടിയില്ല? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായി. സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ എന്ന് പരിശോധിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള വർഗീയ ചൊവ്വയുള്ള പരാമർശങ്ങൾ നടത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളാം. മറ്റൊന്നുകൂടി ഒന്ന് ഓർക്കണം, പയ്യന്നൂർ എന്ന് പറയുന്ന ഒരു പ്രദേശം, പയ്യന്നൂര് ഒരുപക്ഷെ ഇന്ത്യയിലെ CPMന്റെ ഏറ്റവും ശക്തമായ കേന്ദ്രമാണ് പയ്യന്നൂർ. ഇന്ത്യയിൽ തന്നെ, കേരളത്തിലല്ല. നിങ്ങൾക്ക് മാത്രല്ല എനിക്ക് നാണക്കേടാ. CPM LDFനെതിരായ സ്ഥാനാർത്ഥി വലിയ വോട്ടിന് വിജയിച്ചു വരണമെങ്കിൽ ആര് വോട്ട് ചെയ്തിട്ടാ? പള്ളി പറഞ്ഞിട്ട് വോട്ട് ചെയ്തതാണ്. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. പാർട്ടി സഖാക്കൾ വോട്ട് ചെയ്തിട്ടല്ലേ? എത്ര പാർട്ടി മെമ്പർമാർ പാർട്ടിക്കെതിരായി വോട്ട് ചെയ്തിട്ടുണ്ട്? എത്ര പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പർ പാർട്ടിക്കെതിരായി പ്രവർത്തിച്ചിട്ടുണ്ട്? ഇതിന്റെ എല്ലാം ഫലല്ലേ അവിടെ ഈ വോട്ട് പറഞ്ഞത്? അത് തന്നെ തളിപ്പറമ്പും പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള ആളുകളല്ലേ LDFനെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ട് വോട്ട് ചെയ്യുന്നത്? ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖി ഒളിച്ചു കളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. എന്തുകൊണ്ട് പാർട്ടി മെമ്പർമാരും പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിമാരും ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ ഉൾപ്പെടെയുള്ള സഖാക്കൾ എന്തുകൊണ്ട് സ്വന്തം പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യുന്നു എന്ന കാര്യം നിഷ്പക്ഷമായി പറയാൻ CPMന് ധൈര്യമുണ്ട്. അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രമേ CPM രക്ഷപ്പെടാൻ വേണ്ടി പോയുള്ളൂ. അല്ലെങ്കിൽ ഇമാതിരി ചില ന്യായങ്ങൾ പറഞ്ഞ് ഇപ്പൊ ന്യായീകരിക്കാനും പാവപ്പെട്ട സഖാക്കളെ തൃപ്തിപ്പെടുത്തി ഇനിയും കൂടെ നിർത്താൻ തെറ്റ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്നതിന്റെ തെളിവാണ് ഈ പറയുന്ന ജില്ലാ സെക്രട്ടറിയുടെ പ്രസംഗം. എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. കണ്ണൂർ ജില്ലയാണ് CPMന്റെ ഏറ്റവും ശക്തി കേന്ദ്രം, സംഘടനാ സംവിധാനം ഉള്ള ജില്ല കണ്ണൂർ ജില്ലയാണ്. ആ കണ്ണൂർ ജില്ലയിലുള്ള പരാജയം തന്നെയാണ് പാർട്ടിക്ക് ഏറ്റിട്ടുള്ള ഏറ്റവും വലിയ പരാജയം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള വോട്ടിംഗ് നമുക്ക് നോക്കിയാൽ അറിയാം. കണ്ണൂരിൽ 2 സീറ്റിൽ മാത്രമാണ് കണ്ണൂർ ജില്ലയിൽ UDFന് ലഭിച്ചത്. എന്നാൽ ഇത്തവണ കൂടുതൽ സീറ്റുകൾ UDFന് ലഭിച്ചു. നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. എങ്ങനെ സമാധാനമായിരിക്കും? കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ കൊത്തളങ്ങളാണ് തകർന്നുപോയത്. അതുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ ഈ പാർട്ടി ഇപ്പോ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലോ ഒരു പ്രദേശത്തോ മാത്രമായിട്ടുള്ളതല്ല, ജില്ല മൊത്തം ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഇപ്പൊ പിണറായി തന്നെ ഒരു ഘട്ടത്തിൽ 6 റൗണ്ടിൽ പിണറായി പിറകിൽ നിൽക്കുകയായിരുന്നു. നമ്മളൊക്കെ ആ ഇത് കാണുമ്പോ തന്നെ എനിക്കല്ല, സത്യം പറഞ്ഞാൽ പിണറായി പിറകിൽ നിന്ന് കാണുമ്പോൾ എനിക്കെല്ലാം ഒരു നെഞ്ചിടിപ്പുണ്ടായി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് ഈ പറഞ്ഞ ജില്ലാ സെക്രട്ടറി പിണറായിന്റെ എല്ലാ പ്രവർത്തനത്തിനും പോയിട്ട് പിന്നാലെ തന്നെ ഉണ്ടല്ലോ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പറയണ്ടേ? അതുപോലെ തന്നെ എവിടേക്കാ പോയത്? മട്ടന്നൂര് 60,000 വോട്ടിന് ജയിച്ച മട്ടന്നൂർ ഇപ്പൊ എത്രയാ കിട്ടിയത്? അതിന് തന്നാരും വിളിച്ചില്ല. ഈ തകർച്ചയുടെ കാര്യം വസ്തുനിഷ്ഠമായി പരിശോധിക്കാൻ ജില്ലാ കമ്മിറ്റിയോ സംസ്ഥാന കമ്മിറ്റിയോ തയ്യാറാകുമോ എന്നതാണ്. കുറച്ചുകൂടെ തീ തിന്നുക, എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ. ഞാനിപ്പോ തിരുവനന്തപുരത്താണ് ഉള്ളത്. തിരുവനന്തപുരത്ത് വന്നപ്പോ നിരവധി പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർമാരും മറ്റു സഖാക്കളും എന്നെ വന്ന് കൈപിടിച്ച് എന്നെ അതാണ് ഒരു ശത്രുവിനെ വളർത്തുന്നതെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പാർട്ടി സഖാക്കളാണ് വന്ന് പരിചയപ്പെടുന്നത്. നിങ്ങൾ ഉയർത്തിപ്പിടിച്ച നിലപാട് ശരിയാണ് എന്ന് പറഞ്ഞ് പാർട്ടി സഖാക്കൾ പരിചയപ്പെടുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വിചാരിച്ചാൽ ഈ പാർട്ടിയിൽക്കകത്തു നിന്നാണ് പാർട്ടിക്ക് ഈ എതിരായിട്ടുള്ള പാർട്ടിക്കെതിരായിട്ടുള്ള വോട്ട് വന്നിട്ടുള്ളത് എന്ന് കണ്ടെത്താൻ കഴിയണം. പാർട്ടി വിരുദ്ധനെ പോലെ സംസാരിക്കുന്നു. അല്ലെങ്കിലും സത്യം പറയുന്നവരെ പാർട്ടി വിരുദ്ധരാക്കുന്നതാണല്ലോ സഖാവേ നമ്മുടെ സ്ഥിര ഏർപ്പാട്.
ഒരു ജാതിവാൽ ഉപയോഗിക്കുകയും ജാതിവാൽ ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നതിനൊരു രാഷ്ട്രീയമുണ്ട്. ജാതിവാല ആഡ് ചെയ്യുന്നതിനും ജാതിവാല ഉപേക്ഷിക്കുന്നതിനും രാഷ്ട്രീയമുണ്ട്. കേരളത്തിന്റെ നവോത്ഥാനത്തിൽ ഇത് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് പിന്നെ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അതൊരു തഴമ്പാണ്, അല്ലെങ്കിൽ ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് ആണ്, അത് ബുദ്ധിപരമായ നീക്കമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ കണക്കല്ല സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് ഈ രണ്ട്, അതായത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ പ്രീതിപ്പെടുത്തുന്നതിന്റെ ഒരു ബാലൻസിങ് ആക്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അക്രോബാറ്റിക് ആക്ട് ആയിട്ട് നമുക്കതിനെയൊക്കെ വായിച്ചെടുക്കാൻ പറ്റത്തില്ല. ഉറപ്പായിട്ടും പറയാം. കാരണം സവർക്കറിന്റെ ഫോട്ടോയുടെ മുന്നിൽ വണങ്ങിക്കൊണ്ട് ഒരു വിളക്ക് കത്തിക്കാൻ ഒരാൾക്ക് എന്ത് വേണമെങ്കിലും ആവാം. അതവിടെ നിൽക്കട്ടെ, അത് പാസ്റ്റ് ആണ്. ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, എന്റെയും നിങ്ങളുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയിൽ നിന്ന് കുറച്ചുകൂടി സെക്യുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങില് പക്ഷെ അതൊരു ദോഷകതൃക്കാക്കി അതൊരു വലിയ ഇഷ്യൂ ആക്കി അവതരിപ്പിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. ആരാണ് ഇവരൊക്കെ ആയിട്ട് ചേർന്ന് നിൽക്കുന്നതെന്നും ആരാണ് അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയതെന്നും ഏതൊക്കെ മണ്ഡലങ്ങളിലും അല്ലാതെ ഒരു ഗവൺമെന്റിന്റെ ആന്റി ഇൻകംബൻസി കൊണ്ടല്ല പരാജയപ്പെട്ടതെന്ന് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാണ് കോൺഗ്രസ് ഇവിടെ 102 സീറ്റിൽ അധികാരത്തിൽ വന്നെന്നുള്ളത് ഏത് സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഇരുട്ടാക്കുകയാണ്. തീർച്ചയായിട്ടും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ തന്നെ പരിപോഷിപ്പിച്ചുകൊണ്ട് ഒരു ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയതയില്ല. പിന്നെ നിങ്ങൾ ജനവിധി അധിക്ഷേപിക്കരുത്. രാഷ്ട്രീയം കൊണ്ടോ ജനം വോട്ട് ചെയ്തിട്ട് നിങ്ങൾ തോപ്പിച്ചാണ്. എന്തിന്റെ അസുഖമാണ് രാവിലെ ഗോതമ്പ് ദോശ കുത്തുന്നു? വളരെ വ്യക്തമായിട്ട് ഇല്ല, ജനവിധിയുടെ കരണത്തടിയേറ്റ് താഴെ പോയവരാണ് നിങ്ങൾ. 35 സീറ്റ് എന്ന പരിതാപനാവസ്ഥയിലേക്ക് ചുരുങ്ങാനുള്ള കാരണം എന്താണ്? അതിനെ വിനയത്തോട് സമീപിക്കണ്ടേ? അതിന് ഏതെങ്കിലും വർഗീയ ശക്തികളുടെ വിജയം ഒന്ന് പറഞ്ഞു കളയല്ലേ? അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ? സർക്കാരിനെ ജനം അടുത്തു, വെറുത്തു. ആ വെറുപ്പിനെ വോട്ടിലൂടെ താഴെ ഇറക്കി. കാശ്മീർ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു പീപ്പിൾസ് മാൻഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ വിജയമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്. അതൊരു പീപ്പിൾ മാൻഡേറ്റ് ആണ്. അത് തിരുത്തുകയും തിരുത്തപ്പെടുകയും ചെയ്യും. ഇന്ന് അധികാരത്തിൽ വരുന്നവർ നാളെ അധികാരത്തിൽ നിന്ന് പുറത്തു പോകും. ഈ കസേരയിൽ ഇത്ര കാലം ഇരുന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്കുകൊടുത്തിട്ടില്ല. അതിനകത്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. എല്ലാ കാലവും ഇങ്ങനെ തുടരത്തൊന്നുമില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നല്ലേ. എന്നാലും പറഞ്ഞില്ല, എല്ലാവർക്കും ഉള്ള പാഠമാണ്. ജനത്തെ വെറുപ്പിച്ചാൽ ജനം കാലവാരി താഴെയടിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 35 സീറ്റ്. അതെല്ലാവർക്കും ബാധകമാണ്. താങ്കളുടെ മറുപടി എന്റെ വായിൽ തിരികെ കയറ്റാതിരിക്കൂ. താങ്കളുടെ അഭിപ്രായങ്ങൾ എന്റെ വായിൽ തിരികെ കയറ്റായിരിക്കും. എനിക്ക് സംസാരിക്കാനുള്ള സമയത്ത് അവസരം തരും. എന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയി. രാഷ്ട്രീയ വിജയമല്ല ഒരു പൊളിറ്റിക്കൽ മാൻഡേറ്റ് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് രാഷ്ട്രീയ വിജയമായിട്ടൊന്നും നമ്മൾ അവസാന വാക്കായിട്ടൊന്നും എഴുതിത്തള്ളണ്ട. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടമായി. പണ്ട് കെ കരുണാകരന്റെ കാലത്ത് ഐ ഗ്രൂപ്പ് മന്ത്രിമാർ പ്രത്യേക യോഗം കൂടുന്നതൊക്കെ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് കുറെ കണ്ടിട്ടുള്ളതാണ്. ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.